പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 2024-25 അക്കാദമിക് വർഷം, അടുത്ത അക്കാദമിക് വർഷത്തിൽ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഉള്ള കോഴ്സുകളായിട്ടുള്ള ഡിഗ്രി, PG, അതുപോലെ തന്നെ ട്രെയിനിങ് കോളേജുകളിലുള്ള BEd കോഴ്സുകളുടെ അഡ്മിഷൻ നടപടികൾ എപ്പോൾ ആരംഭിക്കുമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ കമൻ്റായിട്ട് ചോദിച്ചു. ആയതിനാലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റി, കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിലെ ഈ പറഞ്ഞ UG, PG, BEd കോഴ്സുകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ നോട്ടിഫിക്കേഷനും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതിനാൽ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോൾ അഡ്മിഷൻ തുടങ്ങുമെന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തും യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന സെന്ററുകൾ ഉണ്ടാവും, യൂണിവേഴ്സിറ്റി സെന്ററുകൾ. ഇവിടുത്തെ അഡ്മിഷൻ നടക്കുന്നത് എൻട്രൻസ് പരീക്ഷ മുഖേനയാണ്. അതിനൊക്കെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ കൊടുക്കേണ്ട സമയമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് അതിനിപ്പോൾ അപേക്ഷ കൊടുക്കാവുന്നതാണ്. എന്നാൽ ഇതിന് കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ ഡിഗ്രി, PG, BEd കോഴ്സുകളുടെ അഡ്മിഷൻ നടക്കുന്നത് നിങ്ങളുടെ ക്വാളിഫൈഡ് കോഴ്സിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഡിഗ്രിക്ക് +2 മാർക്കാണ് നോക്കുന്നതെങ്കിൽ PGക്ക് ഡിഗ്രി മാർക്കാണ് നോക്കുന്നത്. BEdന് കൊമേഴ്സ് ഒഴികെ ഡിഗ്രി മാർക്കും കൊമേഴ്സിന് PG മാർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടപടികൾ നടക്കുന്നത്. ആയതിനാൽ തന്നെ ഇതിന്റെ ഒക്കെ റിസൾട്ട് വരാനുണ്ട്. +2 റിസൾട്ട് വരണം, ഡിഗ്രി റിസൾട്ട് വരണം, അതൊക്കെ വരാനുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ തുടങ്ങുമെന്ന് നമ്മൾ പറയുമ്പോൾ മെയ് ലാസ്റ്റിലാകുമ്പോഴേക്കും ഡിഗ്രി, PG, BEd കോഴ്സുകളുടെ അഡ്മിഷൻ നടപടികൾക്ക് തുടക്കം കുറിക്കും. ഈ 4 യൂണിവേഴ്സിറ്റികൾ കൃത്യമായിട്ട് ഡേറ്റ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ ഡിഗ്രിയുടെ കാലിക്കറ്റ് പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രിയുടെ 6th സെമസ്റ്ററിന്റെ റിസൾട്ട് മെയ് 20 ആകുമ്പോഴേക്കും വരും. അതോടുകൂടി PGയുടെ അഡ്മിഷൻ തുടങ്ങാം. +2ന്റെ റിസൾട്ട് ഒരു മെയ് 10-നോ 15-നോ ഇടയിലായിട്ട് വരും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിഗ്രിയുടെ അഡ്മിഷന് തുടങ്ങാം. അതുപോലെ BEdന്റെ അഡ്മിഷനൊക്കെ തുടങ്ങാം. ഇതിലൊരു പ്രത്യേകത ഉള്ളത്, ഈ വർഷം കേരളത്തിലെ ഈ 4 യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി കോഴ്സുകൾ 4 ഇയർ ഡിഗ്രിയാണ് എന്ന് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ കരിക്കുലവും മറ്റു ഫ്രെയിംവർക്കൊക്കെ കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. 4 ഇയർ ഡിഗ്രിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് എങ്ങനെയാണോ അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, കാത്തിരിക്കുക. ആ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.